വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലയിലെ അന്വേഷണം നടക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ ക്രൂരമായ കൊലപാതകങ്ങൾ നടന്നിട്ടും ഒരാൾ പോലും അറിഞ്ഞിട്ടില്ല. 3ഇടങ്ങളിലും പോലീസ് എത്തിയപ്പോഴാണ് വിവരം അയൽവാസികൾ പോലും അറിഞ്ഞത്. കൊലയ്ക്ക് ചുറ്റിക ഉപയോഗിച്ചതിന് പിന്നിൽ അഫാന്റെ ആസൂത്രണ പദ്ധതി ഉണ്ടാകുമെന്നും പോലീസ് സംശയിക്കുന്നു. ചുറ്റിക കൊണ്ട് അപ്രതീക്ഷിതമായി തലയ്ക്കടിക്കുമ്പോൾ ശബ്ദിക്കാൻ പോലും കഴിയാത്ത വിധം ഇര വീണുപോകും. തലയ്ക്ക് പിന്നിൽ അടിച്ചാൽ ആഘാതം കൂടും. എല്ലാ കൊലയ്ക്കും ഈ മാർഗമാണ് അഫാൻ സ്വീകരിച്ചത്. ചുറ്റിക കൊണ്ടുള്ള ആക്രമണങ്ങളെക്കുറിച്ച് അഫാൻ ഗവേഷണം നടത്തിയിരുന്നോ എന്നും സ്ഥിരീകരിക്കാൻ അടുത്ത കാലത്ത് ഇന്റർനെറ്റിൽ അയാൾ തിരഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കുമെന്നും പോലീസ് പറഞ്ഞു. വെഞ്ഞാറമൂട് പുത്തൻപാലം റോട്ടിൽ നിന്നും 20 മീറ്റർ ഉള്ളിലാണ് അഫാന്റെ വീട്. അഫാന്റെ മാതാവും സഹോദരനും സുഹൃത്തും ആക്രമണത്തിനിരയായത് ഇവിടെയാണ്. വീടിന് ഇരുവശങ്ങളിലുമായും 2 അയൽ വീടുകളിൽ ഒന്നിൽ ആൾതാമസമില്ല. പിതൃ സഹോദരൻ അബ്ദുള്ള ലത്തീഫും ഭാര്യയും കൊല്ലപ്പെട്ട വീട്ടിൽ ഒരു വശത്ത് മാത്രമാണ് അയൽക്കാരുള്ളത്. മുന്നിലുള്ള റോട്ടിൽ മറുവശം വലിയ കുഴിയാണ്. അഫാന്റെ മുത്തശ്ശി സൽമ ബീവി കൊല്ലപ്പെട്ട പാങ്ങോട്ടെ വീട്ടിന്റെ സമീപത്ത് മറ്റു വീടുകളില്ല. ഒരു പറമ്പിനപ്പുറമുള്ള സ്ഥലത്താണ് മൂത്ത മകൻ താമസിക്കുന്നത്. അതേസമയം വലിയ ഞെട്ടലിലാണ് ശ്രീജിത്ത്. കീഴടങ്ങാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഓട്ടം വിളിച്ച ഓട്ടോയിൽ തന്നെയായിരുന്നു 3 മണിക്കൂർ മുൻപ് അനുജൻ അഹ്സാനെ പ്രതി അഫാൻ കുഴിമന്തി കടയിലേക്ക് അയച്ചതും. എന്നാൽ കടയിൽ നിന്നും അഹ്സാൻ തിരിച്ചു വീട്ടിലെത്തിയത് എങ്ങനെയെന്നോ ഓട്ടോ ഡ്രൈവർ ശ്രീജിത്തിന് അറിയില്ല. അഹ്സാനെ മിക്കവാറും ഓട്ടോയിൽ സ്കൂളിൽ എത്തിക്കാറുള്ള ശ്രീജിത്തിന് അവന്റെ വേർപാട് ഉൾക്കൊള്ളാനായിട്ടില്ല. ആ ഉമ്മ പൊന്നുപോലെ പൊതിഞ്ഞുകൊണ്ട് നടന്ന പയ്യനായിരുന്നു അഹ്സാൻ. ശ്വാസം മുട്ടലിന്റെ അസുഖമുള്ള കുട്ടിയെ സ്കൂളിലേക്ക് അല്ലാതെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടുന്നത് കണ്ടിട്ടില്ല. അവനെ ഒറ്റയ്ക്ക് ഓട്ടോയിൽ കയറ്റി അഫാൻ അയച്ചപ്പോഴെങ്കിലും എനിക്ക് സംശയം തോന്നണമായിരുന്നു. എങ്കിൽ ഒരുപക്ഷെ ശ്രീജിത്തിന്റെ വാക്കുകൾ മുറിഞ്ഞു. അഫാന്റെ പേരുമറയിലെ വീട്ടിൽ നിന്ന് 100 മീറ്റർ താഴെയുള്ളൂ ഓട്ടോ സ്റ്റാൻഡിലേക്ക്. വീട്ടിലെ പല ആവശ്യങ്ങൾക്കും ഓട്ടം പോകുന്നത് ഈ സ്റ്റാൻഡിലെ ഓട്ടോക്കാരാണ്. കൂട്ടക്കൊല നടന്ന ദിവസം ഉച്ചയ്ക്ക് 3:10 ശ്രീജിത്തിന് അഫാന്റെ കോള് വന്നു. ഉമ്മ ഷെമിയുടെ നമ്പറിൽ നിന്ന്. ഓട്ടോ സ്റ്റാൻഡിൽ അടുത്തൊന്നും വെഞ്ഞാറമൂട് വരെ പോകണമെന്ന് പറഞ്ഞു. എന്നാൽ ചെന്നപ്പോൾ അഹ്സാൻ മാത്രമാണ് ഉണ്ടായത്. വെഞ്ഞാറമൂട്ടിൽ സിദ്ധു തിയേറ്ററിന് എതിർവശമുള്ള സഹർ മന്തിക്കടയ്ക്ക് മുന്നിൽ ഇറക്കി. വണ്ടിക്കൂലി വാങ്ങി മടക്കി. അഫാന്റെ അടുത്ത വിളി 6:09, അതും ഉമ്മയുടെ ഫോണിൽ നിന്ന്. വീടിനടുത്തേക്ക് വരണമെന്നും വെഞ്ഞാറമൂട് വർക്ക്ഷോപ്പിൽ പോകണമെന്നും ആവശ്യം. വീടിന് മുന്നിലെ പ്രധാന റോട്ടിൽ ബൈക്ക് നിർത്തി സ്ഥലത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ബൈക്കിന്റെ പ്ലഗ് തകരാറാണെന്നും ചന്തയുടെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ വിടണമെന്നും പറഞ്ഞു. പോകുന്ന വഴി പുതിയ ബൈക്കിനെ കുറിച്ചും മറ്റും പല കാര്യങ്ങളും ചോദിച്ചെങ്കിലും അഫാൻ ഒന്നും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. മദ്യത്തിന്റെ മണം കിട്ടിയപ്പോഴാണ് ശ്രീജിത്ത് കണ്ണാടിയിലൂടെ നോക്കിയത്. ഫോണിൽ എന്തൊക്കെയോ നോക്കുകയായിരുന്നു അഫാൻ. മുഖത്ത് ടെൻഷൻ ഒന്നുമില്ല. ചന്തയ്ക്ക് സമീപത്തെ വർക്ക്ഷോപ്പിൽ ഇറങ്ങണമെന്ന് പറഞ്ഞയാൾ ഇറങ്ങിയത് പോലീസ് സ്റ്റേഷന്റെ സമീപം. വണ്ടിക്കൂലി വാങ്ങി ശ്രീജിത്ത് മടങ്ങി. ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ അഫാൻ നേരത്തെ വിളിച്ച നമ്പറിൽ നിന്നും വീണ്ടും വിളി വന്നു. വിളിച്ചത് വെഞ്ഞാറമൂട് പോലീസ്. ഈ നമ്പർ അറിയാമോ എന്ന് ചോദിച്ചായിരുന്നു വിളി. കാര്യം പറഞ്ഞു. ഉമ്മയെയും അനുജനെയും ഒക്കെ കൊന്നെന്ന് അഫാൻ പറയുന്നുണ്ടെന്നും മാനസിക പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് അറിയാനാണ് വിളിച്ചതെന്നും പറഞ്ഞു. ഫോൺ അഫാന്റെ ഉമ്മയുടെ കയ്യിൽ കൊടുക്കാമെന്നും പറഞ്ഞ് ശ്രീജിത്ത് ഫോണുമായി അഫാന്റെ വീട്ടിനകത്തേക്ക് പോയി. വീട്ടിലെത്തിയപ്പോഴാണ് 2 പോലീസുകാരെ കണ്ടത്. അപ്പോഴാണ് അഫാൻ പറഞ്ഞതിന്റെ പൊരുൾ അറിയാൻ സ്റ്റേഷനിൽ നിന്നും പോലീസുകാർ വീട്ടിലേക്ക് എത്തിയതാണെന്നറിഞ്ഞത്. തന്നെ വിളിച്ചു കൊണ്ടുവരുന്ന നമ്പറിന്റെ ഉടമ ആക്രമിക്കപ്പെട്ടുവെന്നും 3 മണിക്കൂർ മുൻപ് മന്തിക്കടയിൽ ഇറക്കിവിട്ട 13കാരൻ കൊല്ലപ്പെട്ടുവെന്നും അല്പം മുൻപ് സ്റ്റേഷന് മുന്നിലിറക്കിയ അഫാനാണ് ഇതെല്ലാം ചെയ്തതെന്നും തിരിച്ചറിഞ്ഞതോടെ ശ്രീജിത്തിന്റെ ദേഹമാകെ വിറച്ചു. ഇപ്പോഴും ആ അവസ്ഥ മറികടക്കാനായിട്ടില്ല ശ്രീജിത്തിന്.